ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇലിസ്ട്രേഷൻ 1.5 തുടങ്ങിയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് എന്ന ഭാഗമാണ്. ഓക്കെ, എല്ലാവരും അതിനകത്തേക്ക് വരിക. ഇവിടെ ഒരു കുട്ടിയെ കാണിച്ചിട്ട് ഒരു കുട്ടി ഒരു സംശയമായിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. There are other factors beside water. How do they get in and out of the cell? അതായത് ജലമല്ല, there are other factors beside water. അതായത് ജലമല്ലാതെ വേറെ സാധനങ്ങളുണ്ട്. How do they get in and out of cell? എങ്ങനെയാണ് അവ സെല്ലിനകത്ത് കയറുകയും സെല്ലിന് പുറത്തു പോവുകയും ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമാണ്. ആ ഭാഗമാണ് നമ്മൾ ഇപ്പം പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു ജലം എങ്ങനെയാണ് കയറുന്നതുള്ളത്. അത് ഓസ്മോസിസ് എന്ന പ്രക്രിയയിലൂടെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് മനസ്സിലാക്കി. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്മോസിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അതായത് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഉള്ള സ്ഥലത്ത് നിന്നും ജലം കുറവുള്ള സ്ഥലത്തേക്ക് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനകത്തുകൂടെ കയറി പോകുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സെമി പെർമിയബിൾ മെമ്പറൈൻ ഈസ് എ ടൈപ്പ് ഓഫ് സിന്തറ്റിക് ഓർ എ ബയോളജിക്കൽ അല്ലെങ്കിൽ പോളിമർ മെമ്പറൈൻ. അതായത് ഒരു ബയോളജിക് മെമ്പറൈൻ ആണിത്. ഇറ്റ് അലൗസ് സർട്ടൻ മോളിക്യൂൾസ് ഓഫ് അയൺ ഓർ വാട്ടർ ടു പാസ് ത്രൂ ഇറ്റ്. അത് എന്താണ്? ജലത്തിനെയോ അല്ലെങ്കിൽ ചില മോളിക്യൂൾസിനെയും അതിലൂടെ കടന്നു പോകുവാനായിട്ട് സഹായിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇന്ന് ഇവിടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പുതിയ രീതിയിലൂടെ എങ്ങനെയാണ് ഇവ കടന്നു പോകുന്നതെന്നാണ്. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഡൗട്ട്? നിങ്ങൾ ആ കുട്ടിയുടെ സംശയത്തെ ശ്രദ്ധിച്ചില്ലേ? അനലൈസ് ദ ഇലിസ്ട്രേഷൻ. അതായത് നമ്മളോട് വിശകലനം ചെയ്യാൻ പറയുകയാണ്. ഇലിസ്ട്രേഷൻ 1.5. അതായത് താഴെ തന്നിരിക്കുന്ന ചിത്രത്തെയാണ് നമ്മളോട് വിശകലനം ചെയ്യാൻ പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റെക്കോർഡ് ദ ഇൻഫറൻസസ് ബൈ ഐഡന്റിഫൈയിങ് ഹൗ ദ മൂവ്മെന്റ് ഓഫ് ഓക്സിജൻ ടേക്സ് പ്ലേസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനെ വിശകലനം ചെയ്ത് എങ്ങനെയാണ് ഓക്സിജൻ തന്മാത്രകൾ ആ ഒരു പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മളോട് വിശകലനം ചെയ്ത് കണ്ടെത്തുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ശരീരത്തിൻ്റെ സെല്ലുകളുടെ അകത്തേക്ക് പദാർത്ഥങ്ങൾ കടന്നു ചെല്ലുന്നത് എന്നുള്ളത് ഒരു രീതി ഓസ്മോസിസ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ രീതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഒന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും സെൽ മെമ്പറൈൻ ആയിട്ടാണ് കാണുന്നത്. ഈ സെൽ മെമ്പറൈനിൻ്റെ ഒരു സൈഡിൽ എന്തിട്ട് നിൽക്കുന്നത്? ഒരു സൈഡിൽ ഓക്സിജൻ നിൽക്കുന്നു. ഈ സെൽ മെമ്പറൈന് ചുറ്റുമുള്ള ഏതാണ് സൈറ്റോപ്ലാസവും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സെൽ മെമ്പറൈന് ചുറ്റും ഇവിടെ ഓക്സിജൻ നിൽക്കുകയാണ്. ഒന്നാമത്തെ സ്ഥലത്ത് എന്താണ് നമ്മൾ കാണുന്നത്? ഒന്നാമത്തെ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഓക്സിജൻ വളരെ അധികം കൂടിയിരിക്കുന്നതായിട്ടും മറ്റേ സ്ഥലത്ത് ഓക്സിജൻ വളരെ കുറഞ്ഞിരിക്കുന്നതുമായിട്ടുമാണ് കാണപ്പെടുന്നത്. നേരെ രണ്ടാമത്തെ പിക്ചറിലേക്ക് വരുമ്പോൾ ഈ സെൽ മെമ്പറൈനകത്തുകൂടെ ഓക്സിജൻ കുറവുള്ള സ്ഥലത്തേക്ക് ഓക്സിജൻ തന്മാത്രകൾ കൂടുതൽ എത്തിച്ചേർന്ന ഭാഗമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫ്ലുവൻസ് ആണ്, നമ്മളുടെ നിഗമനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. ഇവിടെ നമ്മൾ കണ്ടെത്തി ആദ്യത്തെ സ്ഥലത്ത് ഒരു സ്ഥലത്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, രണ്ടാമത്തെ സ്ഥലത്ത് കുറവായിരുന്നു. രണ്ടാമത്തെ പിക്ചറിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് സ്ഥലത്തും തുല്യമായിട്ട് വന്നിരിക്കുന്നു. അതായത് ഓക്സിജൻ മോളിക്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറവുള്ള സ്ഥലത്തേക്ക് പോയി എന്ന് നമ്മൾ കണ്ടെത്തി. ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഏത് ദിശയിലേക്കാണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ യാത്ര നടന്നിരിക്കുന്നത്? ഏത് ദിശയിലേക്കാണ് അവ ഒഴുകിയിരിക്കുന്നത്? ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ പോയിരിക്കുന്നത്. ദ ഓക്സിജൻ മോളിക്യൂൾ വാസ് ഗോൺ ഫ്രം എ ഹയർ റീജിയൻ ടു എ ലോവർ റീജിയൻ. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചുള്ള സ്ഥലത്തേക്ക് ഓക്സിജൻ മോളിക്യൂൾസ് പോയി എന്നുള്ളതാണ് കാണുവാൻ. ഇനി നമ്മളൊരു പുതിയ വാക്ക് പഠിക്കുകയാണ്. ഡിഫ്യൂഷൻ ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഓഫ് മോളിക്യൂൾസ്. അപ്പം ഇങ്ങനെ മോളിക്യൂൾസ് കൂടുതലുള്ള സ്ഥലത്ത് നിന്നും സെൽ മെമ്പറൈനകത്തുകൂടെ മറ്റ് കുറവുള്ള ഒരു സ്ഥലത്തേക്ക് ജലതന്മാത്രകളല്ലാതെ
വേറെ ഏതെങ്കിലും തന്മാത്രകൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇനി ഈ ഡിഫ്യൂഷന് എന്താണ് വേണ്ടത്? എനർജി, അതായത് ഊർജം ആവശ്യമില്ല. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉത്തരം എഴുതുക. ഡിഫ്യൂഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ആൻ ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ടു ആൻ ഏരിയ വിത്ത് എ ലോവർ കോൺസെൻട്രേഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഈസ് ദ മൂവ്മെന്റ്, ചലനം ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂളുകളുടെ ചലനമാണ്, ഫ്രം എ ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ, കൂടുതലുള്ള സ്ഥലത്ത് നിന്നും, ഓഫ് ദ മോളിക്യൂൾസ് ടു ആൻ ഏരിയ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനാണ്. ഇത് വ്യക്തമായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്? ആദ്യം നമ്മൾ പഠിച്ച ഓസ്മോസിസ് ആണ്. അപ്പോൾ ഓസ്മോസിസും ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻ ഓസ്മോസിസ് എ സെമി പെർമിയബിൾ മെംബ്രൈൻ ഈസ് പ്രസന്റ്. ഓസ്മോസിസിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സെമി പെർമിയബിൾ മെംബ്രൈൻ ഉണ്ട്. ഓക്കെ, അതിലൂടെയാണ് പോകുന്നത്. ഓസ്മോസിസ് ക്യാൻ ക്യാരി ഫങ്ഷൻ ഇൻ ദ ലിക്വിഡ് മീഡിയം. അതുപോലെ തന്നെ ഓസ്മോസിസ് എന്താണ് ചെയ്യുന്നത്? ഒരു ലിക്വിഡ്, ഒരു ദ്രവ പദാർത്ഥങ്ങളിലൂടെയാണ് അതിന് സാധിക്കുകയുള്ളൂ. ദ സോൾവെന്റ് മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ് ഈക്വലൈസ് ദ കോൺസെൻട്രേഷൻ. ഇവിടെ സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് അത് രണ്ട് സൈഡും തുല്യമാകുന്നതിന് വേണ്ടിയിട്ട് പോകുവാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, ഇനി ഡിഫ്യൂഷനിൽ എന്താണ് സംഭവിക്കുന്നത്? Particles move from an area of higher concentration to one of the lower concentration area until the equilibrium is reached. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്നും പാർട്ടിക്കിൾ ലോവർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നു. എങ്ങനെ? അണ്ടിൽ ദ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്. ആ ഇക്വിലിബ്രിയം തുല്യത വരുന്നവരെ. ഡിഫ്യൂഷൻ ക്യാൻ ഒക്യൂർ ഇൻ ഓൺലി ക്യാൻ ഒക്യൂർ ഇൻ ഓൾ ത്രീ മീഡിയംസ്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ്റെ വേറെ പ്രത്യേകത എന്താണ്? മൂന്ന് രീതിയിലും, വാട്ടർ മോളിക്യൂൾ മാത്രമാണ് ഓസ്മോസിസിൽ പോകുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിലൂടെയാണ് കാണുകയുള്ളൂ. പക്ഷേ ഓസ്മോസിസിൽ ഇവിടെ ഡിഫ്യൂഷനിൽ എന്ത് സംഭവിക്കുന്നു? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് സോളിഡിലൂടെ പോകാം, ലിക്വിഡിലൂടെ പോകാം, ഗ്യാസിലൂടെ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇലിസ്ട്രേഷൻ 1.5 നമ്മൾ കണ്ടെത്തിയത് എന്താണ്? ഡിഫറൻസ് ഇൻ ദ ഓക്സിജൻ കോൺസെൻട്രേഷൻ എവിടെയാണുള്ളത്? ഇറ്റ് ഗെറ്റ്സ് ഈക്വലൈസ്ഡ് ആഫ്റ്റർ ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇലിസ്ട്രേഷൻ 1.5 ഡിഫറൻസ് ഇൻ ദ ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഇറ്റ് ഗെറ്റ്സ് ഈക്വലൈസ്ഡ്, തുല്യമായി തീരുന്നു. എന്തിനു ശേഷം? ഡിഫ്യൂഷന് ശേഷം അവ തുല്യമായി തീരുന്നു. രണ്ടാമത്, ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് from a concentrated area to less concentrated area to equalize the molecules. അതായത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഈക്വലൈസ് ചെയ്യുവാനായിട്ട് എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പിക്ചറിനകത്തുള്ള ആ രണ്ട് കാര്യങ്ങളും നമുക്ക് തന്നിരിക്കുന്നത്, ആ കൈയുടെ വിരൽ വെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റുകളും ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ കാണാം, will diffusion takes place through and without semi permeable membrane, find out. ഇനി നമ്മളോട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ടേക്ക് പ്ലേസ് ത്രൂ ആൻഡ് വിത്തൗട്ട് എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അതായത് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെയും സെമി പെർമിയബിൾ മെമ്പറൈൻ ഇല്ലാതെയും ഡിഫ്യൂഷൻ സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവിങ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ, അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്നും മോളിക്യൂൾസ് കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ ഡസ് നോട്ട് നീഡ് സെമി പെർമിയബിൾ മെമ്പറൈൻ ടു ഹാപ്പൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്യൂഷന് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനെ ആവശ്യമില്ല. ഫോർ ഓസ്മോസിസ് ടു ഹാപ്പൻ എ സെമി പെർമിയബിൾ മെമ്പറൈൻ ഈസ് റിക്വയർഡ്. അപ്പോൾ എന്താണ്? ഓസ്മോസിസ് സംഭവിക്കണമെങ്കിൽ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഓർക്കുക, ഡിഫ്യൂഷൻ ക്യാൻ ഹാപ്പൻ ത്രൂ ഓൾ ത്രീ മീഡിയംസ്. ഏതെല്ലാം? വാട്ടറിലൂടെ സംഭവിക്കാം, അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള സംഭവയിലൂടെ സംഭവിക്കാം, അതുപോലെ തന്നെ ഗ്യാസിനകത്തൂടെയും സംഭവിക്കാം. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനലൈസ് ദ ഇലിസ്ട്രേഷൻ 1.6 ആൻഡ് 1.7. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇലിസ്ട്രേഷൻ 1.6ഉം 1.7ഉം നമ്മളോട് വിശകലനം ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് മേക്ക് നോട്ട് ഓൺ 2 other പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ. ഇനി നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ രണ്ടെണ്ണം പഠിച്ചിരിക്കുന്നു. അതായത് ഏതെല്ലാമാണ്? ഒന്ന് ഓസ്മോസിസ് എന്ന് പഠിച്ചു, രണ്ട്
നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് വിളിച്ചു, പദാർത്ഥങ്ങൾ സെല്ലിനകത്തേക്കൂടെ പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഡിഫ്യൂഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡിഫ്യൂഷനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലേക്കും കൂടി, രണ്ടായിട്ടെന്നല്ല, നമുക്ക് മറ്റൊരു രീതിയിലും കൂടി പറയാം. അതിന് പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഈസ് എ പ്രോസസ്. അതൊരു രീതിയാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. അതിനെന്താണ് വേണ്ടത്? ഊർജം ഒട്ടും ആവശ്യമില്ല. ആൻഡ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അതെങ്ങനെ തന്നെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ പ്രോട്ടീൻ. അത് ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ പ്ലാസ്മ മെംബ്രെയിനിൽ നടക്കുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മൾ പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? അതിന് തന്നിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പ്രോട്ടീനുകളാണ് നമുക്ക് ഉപയോഗത്തിനായിട്ട് കാണുന്നത്. സെൽ മെംബ്രെയിനിലൂടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് അയോണിൻ്റെയും രണ്ടാമത്തേത്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മോർ. ഒന്ന് ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കരിയർ പ്രോട്ടീൻ മുഖേന പോകുന്നതെന്നും, രണ്ടാമത്തേത് കോൺസെൻട്രേഷൻ ഓഫ് അയൺ എങ്ങനെയാണ് അയോൺ തന്മാത്രകൾ ചാനൽ പ്രോട്ടീൻ മുഖേനയും പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഡിഫ്യൂഷനിൽ രണ്ട് തരത്തിലുള്ള ഡിഫ്യൂഷനുകൾ, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓർക്കുക. രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഒരു മാധ്യമത്തിൻ്റെ സഹായത്തോടെ ആണ് ഡിഫ്യൂഷൻ എടുക്കാൻ പോകുന്നത്. അത് ഒന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കരിയർ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡിഫ്യൂഷനും, രണ്ടാമത്തേത് ചാനൽ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡിഫ്യൂഷനും. ഓക്കെ, കരിയർ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡിഫ്യൂഷന് വേണ്ടി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലൂക്കോസ് തന്മാത്രകളും, ചാനൽ പ്രോട്ടീൻ്റെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അയോൺ തന്മാത്രകളെയുമാണ്. ഓക്കെ, ഈ പടത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ നമ്മൾ കാണുന്നത് രണ്ട് തരമാണ്. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പാർട്ട്. ഒന്ന് കരിയർ പ്രോട്ടീൻ കൊണ്ടുള്ള ഡിഫ്യൂഷനും, രണ്ടാമത്തേത് ചാനൽ പ്രോട്ടീൻ കൊണ്ടുള്ള ഡിഫ്യൂഷനും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇലിസ്ട്രേഷൻ 1.7 വരുവാണ്. അതിനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആർ ലെസ്. ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടിനെയാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ കാണുന്നത് എന്താണ്? സെൽ മെംബ്രെയിൻ കാണുന്നുണ്ട്, സൈറ്റോപ്ലാസം കാണുന്നുണ്ട്. ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഈസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലേക്ക് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വാട്ട് ഈസ് ദിസ് കരിയർ പ്രോട്ടീൻ എന്നും വാട്ട് ഈസ് ദിസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കരിയർ പ്രോട്ടീൻ എന്താണെന്നാണ്, അതുപോലെ തന്നെ ചാനൽ പ്രോട്ടീൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് വരേണ്ടത്. എന്താണ് കരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്? കരിയർ പ്രോട്ടീൻസ് ആർ പ്രോട്ടീൻസ് ഇൻവോൾവ്ഡ് ഇൻ എ മൂവ്മെന്റ് ഓഫ് അയൺസ്. അതായത് കരിയർ പ്രോട്ടീൻ എന്തിനാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്? അയോൺ തന്മാത്രകളുടെ ചലനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. എ സ്മോൾ മോളിക്യൂൾസ് ഓർ എ macromolecules such as another protein across a biological membrane. ഇവിടെ എന്താണ് പറയുന്നത്? കരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത് കരിയർ പ്രോട്ടീൻസ് ബൈൻഡ് എ സൊല്യൂട്ടന്റ് ഓൺ വൺ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? കരിയർ പ്രോട്ടീൻ എന്ന് വെച്ചാൽ കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചുമന്നുകൊണ്ട് പോകുന്നവൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കരിയർ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? ഈ കരിയർ പ്രോട്ടീനിലേക്ക് ചെറിയ മോളിക്യൂൾസിനെ എന്ത് ചെയ്യും? അതിൻ്റെ മേളിലേക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ഒട്ടിച്ചേർക്കുന്നു മെംബ്രെയിൻ, ആൻഡ് ഡെലിവർ ഇറ്റ് ടു ദ അതർ സൈഡ്, മറ്റേ സൈഡിലേക്ക്. കൂടുതലുള്ള സൈഡിൽ നിന്നും കരിയർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? ആ തന്മാത്രകളെ കരിയർ പ്രോട്ടീനിലേക്ക് ഒട്ടിച്ചേർത്തുകൊണ്ട് മറ്റേ സൈഡിൽ കുറവുള്ള സ്ഥലത്തേക്ക് അതിനെ എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യുന്നു. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? കരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാനൽ പ്രോട്ടീൻ എന്നാണ്. ചാനൽ പ്രോട്ടീൻ ഈസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആക്ട് ലൈക്ക് എ പോർ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ചാനൽ പ്രോട്ടീൻ ഒരു പോർ പോലെ, ഒരു ദ്വാരം പോലെ ആക്ട് ചെയ്തിട്ട് ഇൻ ദ മെംബ്രെയിൻ ദാറ്റ് ലെറ്റ്സ് ദ വാട്ടർ മോളിക്യൂൾസ് ഓർ സ്മോൾ അയോൺസ് ത്രൂ ക്വിക്ക്ലി. ഈ സെൽ മെംബ്രെയിനിൽ ഒരു തുള പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ദ്വാരം പോലെ ആക്കിയിട്ട് ആ ദ്വാരത്തിനകത്തോടെയാണ് വിടുന്നത്. അപ്പോൾ മനസ്സിലാവും, കരിയർ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ആ പ്രോട്ടീൻ താനുമായിട്ട് ഏത് തന്മാത്രയെയാണോ കൊണ്ടുപോകേണ്ടത് അതിനെ ഒട്ടിച്ചേർത്തുകൊണ്ട് മറ്റേ സൈഡിലേക്ക് പോകുന്നു.
മറിച്ച് ചാനൽ പ്രോട്ടീൻ എന്താണ് ചെയ്യുന്നത്? സെൽ മെംബ്രെയിനിൽ ഒരു ദ്വാരം പോലെ ഉണ്ടാക്കി ആ ദ്വാരത്തിലൂടെ ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക. ഇനി നമ്മൾ തിരിച്ചു വരികയാണ്. ഫെസിലിറ്റേറ്റഡ് പ്രോട്ടീൻ. വാട്ട് ആർ ദ പ്രോട്ടീൻസ് യൂസ്ഡ് ഇൻ ദ ഫെസിലിറ്റേറ്റഡ് പ്രോട്ടീൻ? നമുക്ക് ഓൾറെഡി അറിയാം ഫെസിലിറ്റേറ്റഡ് പ്രോട്ടീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ കരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനുമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി ആക്റ്റീവ് എന്ന പാഠഭാഗത്തേക്ക് നിങ്ങൾ വരിക. ഇലിസ്ട്രേഷൻ 1.7 ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. സെൽ മെംബ്രെയിൻ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കുക. കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആർ ലെസ്. ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ എന്താണ്? സോൾട്ട് കുറവാണ്. സെൽ മെംബ്രെയിനകത്തുകൂടെ ഈ സാധനം സൈറ്റോപ്ലാസത്തിലൂടെ ഇങ്ങേ സൈഡിൽ നിന്നും മുകളിൽ നിന്നും ഇത് കുറവുള്ള സ്ഥലത്ത് നിന്നും കൂടുതലുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ ഇതിന് തന്നിരിക്കുന്ന എന്താണ്? ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് കുറവാണ്, ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് കൂടുതലാണ്. പ്രോട്ടീൻ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ എൻട്രി ഓഫ് മോളിക്യൂൾസ് ഇൻ ടു ദ സെൽ. ഏത് പ്രോട്ടീനുകളാണ് ഇവിടെ സഹായിച്ചിരിക്കുന്നത്? ATP ആൻഡ് ADP + PI ആണ് നമുക്ക് ഇവിടെ സഹായത്തിനായിട്ട് തന്നിരിക്കുന്നത്. റിക്വയർമെന്റ് ഓഫ് എനർജി. ഇവിടെ എന്താണ് നിൽക്കുന്നത്? ഈ തരത്തിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് നമുക്ക് എന്ത് വേണം? എനർജി അത്യാവശ്യമാണ്. ഓക്കെ, അവിടെ തന്നിട്ടുണ്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ആൻ എനർജി റിക്വയറിംഗ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ കരിയർ പ്രോട്ടീൻ. അപ്പം ഈ പ്രവർത്തനത്തിന് എന്താണ് വേണ്ടത്? എനർജി വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ദ മൂവ്മെന്റ് ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ് അക്രോസ് എ സെൽ മെംബ്രെയിൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? അയോൺസിനെയോ അതുപോലെയുള്ള സാധനങ്ങളെയോ സെൽ മെംബ്രെയിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഇൻറ്റു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ഓക്കെ, ടു സെൽ മെമ്മറിയോ ഇൻറ്റു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ അസിസ്റ്റഡ് ബൈ എൻസൈംസ് ആൻഡ് റിക്വയറിംഗ് എനർജി. ഇതിനെന്താണ് ചെയ്യുന്നത്? എനർജി സഹായിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ആൻ എനർജി റിക്വയറിംഗ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ കരിയർ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇതിന് ഒരു കരിയർ പ്രോട്ടീൻ്റെ സഹായവും അനിവാര്യമാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഭാഗം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് ശരീരത്തിനകത്ത് സെല്ലിലേക്ക് പദാർത്ഥങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തത് നമ്മൾ പഠിച്ചിരിക്കുന്നത് സെല്ലിനകത്തുകൂടെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓസ്മോസിസിലൂടെയാണ്. രണ്ടാമത് പോകുന്നത് ഏതിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഡിഫ്യൂഷനിലൂടെയാണ് പോകുന്നത്. മൂന്നാമത് എന്താണ് ചെയ്യുന്നത്? ഇതിന് സഹായിക്കുന്നത് ഒന്ന് കരിയർ പ്രോട്ടീനാണ്, രണ്ടാമത് ഏതാണ്? ചാനൽ പ്രോട്ടീനാണ്. പിന്നെ നമുക്ക് കാണുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള 4 രീതികളിലൂടെയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? പദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു വർക്ക് ഷീറ്റ് തന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് 1.1 ബൈ ഇൻക്ലൂഡിംഗ് പ്രോസസ് ഇൻവോൾവ് ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വർക്ക് ഷീറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകാം. ഒന്നാമതായിട്ട് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു എ ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഒരു റീജിയനിൽ കൂടുതലുള്ള റീജിയനിൽ നിന്നും കുറവുള്ള റീജിയനിലേക്ക് പോകുന്നതിന് ഏതെല്ലാമാണ് സഹായിക്കുന്നത്? അതിന് സഹായിക്കുന്ന എല്ലാ പ്രോസസ്സാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്, ഡിഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഫ്രം എ റീജിയൻ ഓഫ് ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ. കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഏതാണ് അപ്ലിക്കബിൾ ടു വാട്ടർ ഓൺലി? ഏതാണ് ജലത്തിന് മാത്രമായിട്ട് സംഭവിക്കുന്നത്? അത് ഓസ്മോസിസ് ആണ്. എനർജി റിക്വയർഡ് ഏതിനാണ്? എനർജി റിക്വയർഡിങ് ഏത് പ്രോസസ്സിനാണ് വേണ്ടത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനാണ് എനർജി വേണ്ടത്. എനർജി നോട്ട് റിക്വയർഡ് എനർജി ആവശ്യമില്ലാത്ത പ്രോസസ്സുകൾ ഏതാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. ഇത്രയും കാര്യത്തിന് എനർജിയുടെ ആവശ്യമില്ല. അപ്പം എനർജി വേണ്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആക്റ്റീവ് ഡിഫ്യൂഷൻ. ഓക്കെ, കരിയർ പ്രോട്ടീൻ ഈസ് നോട്ട് റിക്വയർഡ്. ഒരു കരിയർ പ്രോട്ടീൻ ആവശ്യമില്ലാത്ത സംഗതികൾ ഏതൊക്കെയാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും ആൻഡ് ഡിഫ്യൂഷനും കരിയർ പ്രോട്ടീൻസിൻ്റെ ആവശ്യമില്ല. കരിയർ പ്രോട്ടീൻ റിക്വയർഡ് ഏതിനാണ് കരിയർ പ്രോട്ടീൻ ആവശ്യമുള്ളത്? കരിയർ പ്രോട്ടീൻ ആവശ്യമുള്ളതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എന്താണ് വേണ്ടത്? കരിയർ പ്രോട്ടീൻ ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന്.